നമസ്കാരം. പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒക്കെ ഒരുപോലെ വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വായ്നാറ്റം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പല്ലിനുണ്ടാവുന്ന കേട് അല്ലെങ്കിൽ പ്ലേക്സ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പല്ലിന് അനക്കം തട്ടുന്നത്, പോടുണ്ടാവുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതിനെയെല്ലാം മാറ്റാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു 3 സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏതാണെന്ന് അറിയണ്ടേ? ഞാൻ ഡോക്ടർ സജിത ദേജി. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതിൽ ഒന്നാമത്തേത് അരിമേതാതി തൈലം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. ഈ അരിമേതാതി തൈലം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒട്ടനേകം 40-ൽ പരം മരുന്ന് കൂട്ടുകളുടെ ഒരു ഫോമാണ് അരിമേതാതി തൈലം എന്നുള്ളത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കബല അല്ലെങ്കിൽ ഗണ്ടൂഷ എന്നുള്ള രീതിയിൽ. ഗണ്ടൂഷ എന്ന് പറയുമ്പോൾ ഇത് വായിൽ കുറച്ചധികം വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം തന്നെ അനക്കാതെ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പുറമേക്ക് തുപ്പിക്കളയാൻ മറക്കരുതേ. കാരണം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിലുള്ള ചീത്ത ബാക്ടീരിയകളെല്ലാം തന്നെ വയറിൽ പോവും, ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുപ്പിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വായ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഗണ്ടൂഷം എന്നുള്ളത്. രണ്ടാമത്തേത് കബലം എന്ന് പറയും. ഇത് തന്നെ അരിമേതാതി തൈലം തന്നെ ഒരു കുറഞ്ഞ എമൗണ്ടിൽ എടുത്തിട്ട് അത് വായിൽ വെച്ച് മുഴുവനായിട്ട് കുലുക്കുഴിയുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്, ഗാർഗിൾ ചെയ്യുന്ന, അതുപോലെ ചെയ്യുക. ഇത് അല്പം ഒന്ന് ഒരു ഇളം ചൂടോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ വായ ചെറു ചൂടുവെള്ളത്തിൽ കഴുകണം. ഇനി പല്ല് തേക്കുന്നതിന് പകരമാണെന്ന് വിചാരിക്കാതെ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം തന്നെ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ദിവസേന അത് നമുക്കൊരു ദിനചര്യയായിട്ട് തന്നെ ശീലിക്കാൻ പറ്റുന്നതാണ്. പല്ലിന് വേദനയുള്ളപ്പോഴോ കേടുവരുമ്പോഴോ മാത്രം ചെയ്യേണ്ട ഒരു മരുന്നായിട്ടല്ല പറഞ്ഞത്, ഡെയിലി നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. കരുവേലപ്പെട്ട, നാൽപ്പാമരപ്പെട്ട 2 കഷായം വെച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള എണ്ണ ചേർത്ത് ഇരട്ടി മധുരം, ഏലത്തരി, ഇലവങ്കത്തൊലി, അതുപോലെ പച്ചില, പാച്ചുവറ്റി തൊലി, ജടാമാഞ്ചി, താമരയല്ലി, താമരവളയം, കൂവളക്കായ്, മരമഞ്ഞൾ തൊലി, പുഷ്കരമൂലം, മഞ്ചട്ടി, കരിങ്ങാലിക്കാതൽ, കുമിഴിൻ വേര്, കർപ്പൂരം, ജാതിക്ക, തക്കോലം, താതിരിപ്പൂവ്, കാവ്യമണ്ണ്, ശതകുപ്പ, തിപ്പലി, കുങ്കുമപ്പൂവ്, കോലരക്ക്, പഴച്ചുണ്ട വേര്, ചെറുവഴുതിന വേര്, ദൈവതാരം, കന്മദം, ചരളം, ചൂതിനപ്പുല്ല്, പ്ലാശിൻ തൊലി, വരട്ടുമഞ്ഞൾ, ഞാഴൽപ്പൂവ്, ചെറുപുന്നയരി, നീർമരുതിൻ തൊലി, കൊഴിഞ്ഞിൻ വേര്, ത്രിഫലത്തോട്, ചെഞ്ചല്യം, പുഷ്കരമൂലം, മലങ്കാരക്ക അരച്ച് ചേർത്ത് ഇത് മറ്റുള്ള ആ ഒരു കഷായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കുന്ന ഒരു ഓയിലാണ് അരിമേതാതി തൈലം എന്നുള്ളത്. ഇതിൽ ഇത്രയേറെ ആയുർവേദ ഔഷധങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പലർക്കും സംശയമാണ് ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ശരിയാണ്, ഇതിൽ ഒരു ഔഷധം പോലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലീഡിങ് ബ്രാൻഡുകളായിട്ടുള്ള കോട്ടക്കല്ല് പോലുള്ള ഒക്കെ തന്നെ നമ്മൾ പിന്നീട് ആ ഒരു ഔഷധം ഉണ്ടാക്കാറില്ല, ഒരെണ്ണം പോലും മിസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ അറിയപ്പെടുന്ന ബ്രാൻഡുകളുടെ മരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു അരിമേതാതി തൈലത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പല്ലിലൊക്കെ കറ വീഴുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതിനെ വരെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, സൈനസൈറ്റിസ്, നീരിറക്കം പ്രശ്നങ്ങളുണ്ട്, കഴുത്ത് വേദന അല്ലെങ്കിൽ നീരിറങ്ങുന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് തലയിൽ അപ്ലൈ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും പല്ലിൻ്റെ ഇനാമൽ പോകുമ്പോഴാണ് ഈ കറ പിടിക്കാറുള്ളത്. അത് തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനൊക്കെ തന്നെ pH അല്ലെങ്കിൽ അസിഡിക് മീഡിയ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനെ അസിഡിക് ആയിട്ട് മാറുന്ന സമയത്ത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഇതുപോലെ എല്ലിനും പല്ലിനും ഒക്കെ തന്നെ ബലക്ഷയം കാണാറുണ്ട്. പല്ലിന് ഏതെങ്കിലും രീതിയിൽ, ഈ കറയല്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ പല്ലിന് ബുദ്ധിമുട്ടുകൾ വരാനോ ഒക്കെ തന്നെ മുഖരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ENT പ്രോബ്ലം അല്ലെങ്കിൽ പല്ലുവേദന, ചെവി വേദന, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നതും തലനീരിറക്കം പോലെ ഷോൾഡറിൽ വരുന്ന പെയിന് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിത് തലയിൽ തേക്കാൻ ഉപയോഗിക്കാം. ദന്തശൂലയും മുഖ ദുർഗന്ധയൊക്കെ ഉള്ള കേസിൽ, അതായത് ചരക സംഹിതയിലെ മുഖരോഗ ചികിത്സയിലാണ് ഇത് അരിമേതാതി തൈലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും തന്നെ അരിമേതാതി തൈലം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് ചില കേസിലൊക്കെ തന്നെ നമ്മൾ പഞ്ചകർമ്മ ചികിത്സയിൽ വസ്തി ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒക്കെ ഒരു ഡോക്ടറിൻ്റെ യുക്തിക്കനുസരിച്ചിട്ട് ഓരോ രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സാധാരണ മുൻപത്തെ വീഡിയോയിൽ ഞാൻ
കബല ഗണ്ടൂഷ ഓയിൽ പുള്ളിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തിലതൈലം അല്ലെങ്കിൽ വെളിച്ചെണ്ണ, തിലതൈലം മീൻസ് സെസേം ഓയിലും എള്ളെണ്ണയും അല്ലെങ്കിൽ വെളിച്ചെണ്ണയും പോലെയുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇനി അതുപോലെ രണ്ടാമത്തേത് ഏതാണെന്ന് അറിയേണ്ടത്, അതൊന്ന് നമുക്കെല്ലാം അറിയുന്ന ത്രിഫല വെച്ചിട്ട് ഒരു സ്പൂൺ ത്രിഫല പൊടി ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ കുലുക്കുഴിയുന്നതാണ്. വായിൽ കുറച്ച് സമയം പിടിച്ചിട്ട് പിന്നീട് നമുക്ക് തുപ്പിക്കളയാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് പല്ലിനൊക്കെ ഉണ്ടാകുന്ന വേദനയോ പോടോ അല്ലെങ്കിൽ ഇതൊന്നും വരാതിരിക്കാൻ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ മിഠായി കഴിച്ചു കഴിഞ്ഞാൽ പുഴു തിന്നതുപോലെയുള്ള പല്ല് കേട് വരാറുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മധുരമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കുക. നമ്മുടെ ഹൈജീൻ കുറയുമ്പോഴാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. 2 നേരം ബ്രഷ് ചെയ്യുന്നതും ഒക്കെ തന്നെ അത് നമ്മൾ ഫോളോ ചെയ്യണം. അതിന് പുറമെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ മെഡിക്കേറ്റഡ് ഓയിലോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായം ഒക്കെ വെച്ചിട്ട് കുലുക്കുഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വളരെ നല്ല വ്യത്യാസം കാണാൻ പറ്റും. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്പം 1 കപ്പ് വെള്ളത്തിലേക്ക് 1 സ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഇളം ചൂടോടുകൂടി വായിൽ കുലുക്കുഴിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ലാതെ നിങ്ങൾക്ക് വായിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ടല്ലോ. ചില പുണ്ണ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വായിൽ തൊലി പോകുന്ന പ്രശ്നങ്ങളും വായിൽ വേദന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലോക്കലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ മോണഭാഗത്തോ അല്ലെങ്കിൽ വായുടെ ഭിത്തിയിൽ അവിടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഇതുപോലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്പം ലിക്വറൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അല്പം ത്രിഫലപ്പൊടിയും ഇന്ദുപ്പും അതുപോലെ അല്പം തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഭാഗങ്ങളിൽ പുരട്ടിയിടുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വായ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പലപ്പോഴും തന്നെ നമ്മുടെ വായിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയാസ് നമ്മുടെ വയറിലെത്താതെ ഇത് സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ഒട്ടനേകം രോഗങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുഖ രോഗങ്ങളിൽ വരുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് അണുതൈലം ഉപയോഗിച്ചിട്ട് നസീം ചെയ്യുക. ഇതിനു മുൻപ് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസുഖം വരുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല, അതിനു മുമ്പേ നമ്മുടെ ഒരു ദിനചര്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒത്തിരി ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്ന് മാത്രമല്ല അതിന് കൂടെ നമുക്ക് മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കവും ആ യുവത്വം നിലനിർത്താനും ചുളിവുകളൊന്നും വീഴാതെ സംരക്ഷിക്കാനും ഇത്തരം ഓയിൽ പുള്ളിങ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഓയിൽ ഏതാണെന്നുള്ളതിന് ഇനി സംശയം വേണ്ട, അരിമേധാതി തൈലം തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഔഷധ കൂട്ടുകളുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.